ഇസ്രാ മിഅ്റാജ് ഈ റജബിലല്ലേ, റജബ് മാസത്തിലല്ലേ ഉള്ളത്. സുബ്ഹാന ജല്ല ജലാലു. റജബ് 27 അതിന് സുന്നത്തായി നോമ്പനുഷ്ഠിക്കുന്നു. ആ ദിവസത്തെ നമ്മൾ ആചരിക്കുന്നു. മിഅ്റാജും ഇസ്രാഉം നമ്മൾ പഠിക്കണം. പുണ്യനിബിതങ്ങളുടെ ജീവിതത്തിൽ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നിബിതങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ അത്ഭുതം ഈ യാത്രയാണ്. അതൊരു ആത്മാവിന്റെ യാത്രയല്ല, ശരീരം കൊണ്ടുപോയ യാത്രയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുകയാണ്. തൊട്ട് മുമ്പ് സൂറത്തുൽ ഇസ്രാന്റെ മുമ്പ് സൂറത്തുൽ നഹ്ൽ അല്ലേ. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. സൂറത്തുൽ നഹ്ൽ. നഹ്ൽ അവസാനിക്കണ ആയത്തും ഇസ്രാഇന്റെ ആരംഭവും തമ്മിലൊരു ബന്ധമുണ്ട്. സൂറത്തുൽ നഹ്ൽ അവസാനിക്കുന്നത് ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ശരിക്കും മനസ്സിലാക്കണേ, ജീവിതത്തിൽ ഇത്രമേൽ ആശ്വാസത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം മുസ്ലിമീങ്ങളല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന. പേടിച്ചോ, ഭൂകമ്പമൊക്കെ ഉണ്ടായാൽ നിലവിളിച്ചോടിക്കളയും. നമുക്കറിയാം ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. ഇത് തിന്മ ചെയ്തവർക്ക് ശിക്ഷയാണ്, നന്മ ചെയ്തവർക്ക് വന്നുവിടുമ്പോൾ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. മൻ റളിയ ഫലഹു റിളാ വമൻ സഖിത ഫഅലൈഹി സഖത്. അല്ലാഹുവിന്റെ ഖളായിൽ തൃപ്തിപ്പെട്ടവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടും, ഇതിൽ ദേഷ്യപ്പെട്ടവർക്ക് അല്ലാഹുവിന്റെ കോപവും കിട്ടും. ഇങ്ങനെ ഖളാ ഖദറിൽ ഈമാനുള്ള ആളുകളാണ് നമ്മൾ, അല്ലേ? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ കൂടെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളോട് കൂടെ ആരുണ്ട്? ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന, പടച്ചവനെ ഓർത്ത് ജീവിക്കുന്നവരുടെ കൂടെ അല്ലാഹുണ്ട്. അല്ലാഹു കൂടെ ഉണ്ട്. നമ്മളിപ്പോ ഒരു പഴയ മന്ത്രി അല്ലെ മുൻ MLA കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഓരോരുത്തരെ പവർ. പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കും. മെമ്പർ എന്റെ സ്വന്തം ആളാ, ഭയങ്കര ഗമയായിരിക്കും അല്ലെ. എന്റെ കൂടെ ഒരാളുണ്ട്, അല്ലെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചാൽ നടക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഗമയായിരിക്കും. എന്റെ കൂടെ ഒരു കാര്യപ്പെട്ട ആളുണ്ട്, ഒരു ഫോട്ടോ കൂടി തെളിവുണ്ടായ പറയും വേണ്ട. അപ്പൊ നമ്മൾ ഈ ഭൗതികമായി ചിന്തിക്കുമ്പോ ഓരോ ആൾക്കാര്, കാര്യപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ണിൽ കാര്യപ്പെട്ടവര് ഒരു പക്ഷെ അവര് അള്ളാഹ്ക്കേ അറിയുള്ളൂ. പക്ഷെ നമ്മുടെ കണ്ണിൽ അങ്ങനെയൊക്കെ ആവുമ്പോ നമ്മൾ ഭയങ്കര ഗമയാണ്. നമ്മുടെ കൂടെ അള്ളാഹുണ്ട് എന്ന് പടച്ച തമ്പുരാൻ പറയുമ്പോ നമുക്ക് അങ്ങനെ ഒരു സുഖം തോന്നാറുണ്ടാ? എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്താര് കളിച്ചിട്ടും കാര്യമില്ല, എന്റെ റബ്ബിന്റെ തീരുമാനമേ നടക്കൂ, എന്റെ റബ്ബിന്റെ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. മുത്തഖീങ്ങളുടെ കൂടെ പടച്ച തമ്പുരാനുണ്ട്. വല്ലദീന ഹും മുഹ്സിനൂൻ. ഇഹ്സാൻ ചെയ്യുന്നവരായ ആളുകൾ. ആരാ ഇഹ്സാൻ? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹ്. അല്ലാഹനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യുന്നവര്. അല്ലാഹനെ കാണുന്നുണ്ട്. വഇല്ലം തകുൻ തറാ. നിന്റെ ഈ ചെറിയ റെറ്റിനക്കും നിന്റെ ഐബോളുകൾക്കൊന്നും അല്ലാഹനെ കാണാൻ കഴിയില്ല. ഫഇന്നഹു യറാക്. അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഇത് പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാര് മുഴുവനും വന്നത്. അത് പഠിപ്പിക്കാനാണ് ആലിമീങ്ങളും ഔലിയാക്കന്മാരും ഇവിടെ വന്നത്. അത് പഠിപ്പിക്കാനാണ് ദാഇമാർ ഇവിടെ വന്നത്. ഇങ്ങനെ ജീവിക്കുന്ന ആളുകളോടുകൂടെ ആരുണ്ട്? അല്ലാഹുണ്ട്. ഇങ്ങനെയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അടുത്ത സൂറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അതാണ് ഇസ്റാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു പരിശുദ്ധനാണ്. റബ്ബേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. സുബ്ഹാന എന്നൊരായത്ത് തുടങ്ങിയാൽ അതിൽ പറയപ്പെടുന്ന വിഷയം അതീവ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വിഷയമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോ സുബ്ഹാന എന്താ പറയണത്?
അല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ ദാസനായ അബ്ദായ റബ്ബിന്റെ അടിമയായ അല്ലാഹുവിന്റെ റസൂലിനെ രാത്രിയിൽ കൊണ്ടുപോയി. എവിടെന്ന്? മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സ, അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണ്. ബിഅബ്ദിഹി, ബിറൂഹിഹി എന്നല്ല, നബിന്റെ റൂഹിനെ കൊണ്ടുപോയി എന്നല്ല, മനാമില് കൊണ്ടുപോയി, സ്വപ്നത്ത് കൊണ്ടുപോയി എന്നുമല്ല, ആ അബ്ദിനെയും അല്ലാഹു കൊണ്ടുപോയി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ബുറാഖ് എന്ന വാഹനത്തിന്റെ പുറത്ത്. തൊട്ടപ്പുറത്ത് എന്താ പറഞ്ഞത്? അല്ലാഹു മുഅ്മിനീങ്ങളുടെ കൂടെണ്ട്. നബിതങ്ങളെ മിഅ്റാജിന് കൂടെ കൂട്ടിക്കൊണ്ടുപോയതാണ് പിന്നെ പറയുന്നത്. ആ പറഞ്ഞ ആശയത്തെ ശരിവെക്കുകയാണ് തൊട്ടപ്പുറത്തെ സൂറത്ത്. അല്ലാഹു കൂടെണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക്, അതിനപ്പുറത്തേക്ക് സിദ്റത്തുൽ മുൻതഹായും കടന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്ത ആ ഒരു മഹാസംഭവമാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇതുണ്ടായപ്പോഴേ അന്നത്തെ ചില പുതുമുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇതെങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എങ്ങനെ സമ്മതിക്കാൻ പറ്റുമോ? എന്നാ വേണ്ട, പോയിക്കോളി, അത്രേ ഉള്ളൂ. ഇസ്ലാമിൽ ഇപ്പോൾ ആളില്ലാത്ത കുഴപ്പമില്ലല്ലോ, ഇഷ്ടം പോലെ ആൾക്കാരാ. ഉള്ള ആൾക്കാർക്ക് ക്വാളിറ്റി ഉണ്ടായാൽ മതി, ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ക്വാളിറ്റി ഉള്ള ആൾക്കാരാവുക. നമ്മൾ എണ്ണം കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഇപ്പൊ എണ്ണത്തിൽ ഒരുപാടുണ്ട്, പക്ഷെ ക്വാളിറ്റി ഒന്ന് ഉഷാറാക്കാണ്ട് നമ്മളൊക്കെ പറയണം. ഞാനടക്കം നമ്മളെല്ലാവരും ക്വാളിറ്റിയായ വിഷയം. ക്വാളിറ്റി ഇല്ലാതെ കുറെ ആളിട്ട് എന്താ കാര്യം? يلوموننا أننا قليل عدادنا فقلت لهم إن الكرام قليل. നല്ല മനുഷ്യന്മാർ കുറച്ച് മതി, കുറെ എണ്ണം വേണമെന്നില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഹബീബായ നബി തങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര കൊടുത്തത് തന്നെ വമാ ജഅൽന റുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് പരീക്ഷണമാണ്. നബിയെ ഇസ്റാ മിഅ്റാജ് ജനങ്ങൾക്ക് പരീക്ഷണമാണ്. അങ്ങനെ നടക്കോ? ആരായി ചോദിക്കുക? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിന്റെ അർത്ഥം തിരിയാത്തവരാണ് ഈ ചോദ്യം ചോദിക്കുക. Allah is capable of doing anything in any way he wants. അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ള, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളത്. അല്ലാഹ് ഖദീർ അല്ലേ? അല്ലാഹ്ക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? ആ റബ്ബിനെ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ ഈ ചോദ്യം ചോദിക്കോ? എങ്ങനെയപ്പാ കൊണ്ടുപോയിട്ടുണ്ടാക്കാൻ നടക്കോ? ചോദിക്കോ? ചോദിക്കൂല. അങ്ങനെ ചോദിച്ച ആളുകൾക്ക് ഈ സംഭവം ഒരു പരീക്ഷണമാണ്, ഫിത്നയാണ്. ഖുർആൻ പറയണം. അപ്പൊ ഇത് സ്വപ്നാണെങ്കിൽ അങ്ങനെ പരീക്ഷണം വരൂല. എന്തേ? സ്വപ്നത്തിൽ പലതും നടക്കാലോ, അങ്ങനെ ചിന്തിക്കാം അല്ലേ? ആത്മീയമായൊരു യാത്രയാണ്, അതൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശരീരവുമായി അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോ യുക്തിക്ക് തലച്ചോറിനെ വിശ്വാസം അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇസ്ലാം യുക്തിഭദ്രമാണ്. ഇസ്ലാമിനെ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദീന്റെ ശരീഅത്തിനെ അംഗീകരിക്കും. പിന്നെ അവിടെ യുക്തിക്ക് സ്ഥാനം കൊടുക്കേണ്ടതില്ല. എന്തുകൊണ്ടില്ല? ഇത് സത്യമാണോ, ധർമ്മമാണോ, ഇത് യാഥാർത്ഥ്യമാണോ, ഹഖീഖത്താണോ എന്ന് മനസ്സിലാക്കുന്നത് വരെ ബുദ്ധി ഉപയോഗിക്കണം. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോ പിന്നെ ബുദ്ധി അവിടെ മാറ്റിവെക്കുന്നവരാ മുഅ്മിനീങ്ങൾ. സമിഅനാ വഅത്വഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ. ഇതാണ് നമ്മൾ പറയേണ്ടത്.